ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റ് മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അരിയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവ വേണം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പറ്റാവുന്ന അത്രയും പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർക്കാം. ഗോതമ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർക്കാം. ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പോളം തൈര് ചേർക്കാം. കുറച്ച് പുളിയുള്ള തൈര് ചേർത്താൽ നല്ലതാണ്. അപ്പോൾ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കി ചേർക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അതേ ജാറ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കാം. ശരിക്കും നമുക്ക് സവാളയാണ് വേണ്ടത്. സവാള ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ചെറിയുള്ളി എടുക്കുന്നേ ഉള്ളൂ. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ തക്കാളിയും കൂടി ചേർക്കണം. ഒരു സവാളയ്ക്ക് 2 തക്കാളി എന്ന കണക്കാണ്. അപ്പോൾ തക്കാളിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിക്കേ വേണ്ടൂ. നമ്മുടെ ചട്നിയും കൂടി റെഡി ആയിരിക്കും. വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാൻ ശേഷം കടുക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവുണ്ട്. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. കാരണം നമ്മളിതെല്ലാം പച്ചയ്ക്കാണ് അരച്ചിരിക്കുന്നത്. എല്ലാം ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചട്നിയും കൂടി ഇവിടെ റെഡിയാണ്. നന്നായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ദോശയ്ക്ക് മാത്രമല്ല ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇനി നമുക്ക് ദോശയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതൊരു 5 മിനിറ്റ് ആയില്ല നമ്മൾ വെച്ചിട്ട്. അപ്പോഴേക്കും മാവ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിരിക്കും. റവയായ കാരണം തന്നെ ഇതിരിക്കുന്നോറും കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാം. ഒരു ദോശ മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ മാവും കൂടി ഒഴിച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടാക്കാം, അല്ലെങ്കിൽ വലുപ്പത്തിലാണെങ്കിലും ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ മാത്രമല്ല നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ പാനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ദോശ ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.